എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയ വഴി നിരവധി തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായിട്ട് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ട് വസ്ത്രവ്യാപാര രംഗത്തുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. ഈയിടെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഫേസ്ബുക്കിൽ കീർത്തി ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ ചുരിദാറുകൾ കാണിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള ചുരിദാറായിരുന്നു. അപ്പോൾ ആ ചുരിദാറിന് 499 രൂപയാണ് വില. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക, സ്റ്റോക്ക് വളരെ കുറവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ അത് ഏകദേശം ഒരു 1000 രൂപയുടെ കൂടുതൽ മുകളിൽ വില വരുന്ന ഒരു ഡ്രസ്സാണ്. അത് 499 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ലാഭമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ആ വീഡിയോയുടെ താഴെ തന്നെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്കാണ് പോവുക. അപ്പോൾ വാട്സപ്പിൽ അവർ ഡീറ്റെയിൽസ് അയച്ചു തന്നു. അപ്പോൾ കുറേ മോഡൽസൊക്കെ അയച്ചു. നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 499 രൂപ GPay ചെയ്ത് കൊടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്തു. ആ സ്ക്രീൻഷോട്ട് അയച്ച ഉടനെ തന്നെ എനിക്ക് വന്നൊരു റീപ്ലൈ എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് 199 രൂപ അടയ്ക്കണം എന്നാണ്. അപ്പോൾ ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യം അവർ ആദ്യം പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചു, ഇതൊരു പറ്റിക്കലിൻ്റെ ടീമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വാട്സാപ്പിൽ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവനായിട്ട്. ഫോണിൽ കൂടെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല. അപ്പോൾ ഞാൻ വാട്സാപ്പിൽ തിരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ 2 എണ്ണം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണെന്നുള്ളത്. അതായത് 499 രൂപയും കൂടി അയച്ചു കൊടുത്താൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് 2 ഡ്രസ്സ് അയച്ചു തരാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞാനിത് ക്യാൻസൽ ചെയ്യാണ്, ക്യാഷ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറയുമ്പോൾ അവരിങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുകയാണ്, അതായത് നിങ്ങളുടെ ഓർഡർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഞാനത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞങ്ങളുടെ ബോസുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ അയക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും എനിക്ക് അയച്ചു. അതിലൊരു നമ്പറൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ കൊറിയർ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവും, ട്രാക്കിംഗ് നമ്പർ, അങ്ങനെ ഒരു നമ്പറും ഉണ്ട്. പക്ഷേ ഏത് കൊറിയറാണെന്നുള്ള അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചവരോട് നിങ്ങൾ ഏത് കൊറിയറിലാണ് സെൻഡ് ചെയ്യണത്? അപ്പോൾ അവർ ഞങ്ങളുടെ സ്വന്തം കൊറിയറാണ്, പേഴ്സണൽ കൊറിയർ എന്നാണ് അവർ പറഞ്ഞത്. പേഴ്സണൽ കൊറിയറിലാണ് അയക്കുന്നത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണൽ കൊറിയറിൻ്റെ ട്രാക്ക് ചെയ്യാനുള്ള ലിങ്കോ അല്ലെങ്കിൽ ഏത് ആ കൊറിയറിൻ്റെ പേര് അയച്ചതാണ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, അത് ട്രാക്കിംഗ് ഇപ്പോൾ അവൈലബിൾ അല്ല, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. 2 or 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്ത് അവിടെ ലഭിക്കും എന്നാണ് പറഞ്ഞത്. അതായത് എനിക്ക് ജൂലൈ 24-ാം തീയതിയാണ്, 23-ാം തീയതി മെറ്റീരിയൽ ലഭിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ 22nd, അതായത് 23-ാം തീയതി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തലേ ദിവസം ഞാനൊന്ന് വാട്സാപ്പിൽ വീണ്ടും മെസ്സേജ് അയച്ചു, ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നാളെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് ശേഷം പിന്നെ ഒരു റീപ്ലൈയും ഇല്ല. അപ്പം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഇവർ ഈ കീർത്തി ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ധാരാളം വീഡിയോസ് ഉണ്ട്. എല്ലാറ്റിലും ഒരേ വീഡിയോ തന്നെ ഇടുന്നത്, അതായത് ഒരേ മെറ്റീരിയലിൻ്റെ വീഡിയോ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഫോൺ നമ്പർ ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. പിന്നെ അവരുടെ അഡ്രസ്സൊക്കെ അതിലുണ്ടായിരുന്നു. തൃശ്ശൂർ പിട്ടാപ്പള്ളിയിൽ ഏജൻസിയുടെ അടുത്താണ് അവരുടെ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അഡ്രസ്സും ഒരു കാർഡൊക്കെ അവർ നമുക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ടും ഇതിൽ അവർ പറയുന്ന ഒരു ലാംഗ്വേജ്, അവർ ടൈപ്പ് ചെയ്ത് അയക്കുന്ന ഒരു ലാംഗ്വേജ് കാണുമ്പോൾ എന്തായാലും മലയാളികളല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് ആ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏഷ്യാനെറ്റിലോ ഏതോ ഒരു ചാനലിലോ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പാലക്കാടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതേപോലെ ഈ സെയിം കീർത്തി ഫാഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിലേക്ക് പേയ്മെൻറ്റ് അയച്ചിട്ട് അങ്ങയുടെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം 2 തവണ അയച്ചു എന്ന് പറയുന്നത്. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആവണമെങ്കിൽ 2 ഐറ്റം എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു 490, അതായത് 1000 രൂപയോളം നഷ്ടമായി എന്നാണ് പറഞ്ഞത്. ചുരിദാറാണ് ഓർഡർ ചെയ്തത്. ഏകദേശം ഒരു 499 രൂപയുടെ ഓർഡറാണ് കൊടുത്തത്. അത് നമ്മൾ ഒരെണ്ണത്തിന് നമ്മൾ അയക്കുന്ന സമയത്ത് QR കോഡ് അവർ തരും. പക്ഷെ ഞാൻ ഒറ്റ തവണ മാത്രമേ അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് 499 ആണ് നഷ്ടമായിട്ടുള്ളത്. പൈസ ഡെലിവറി ചെയ്തതിന് ശേഷം അവർ പറയുന്നത് ഡെലിവറി ചാർജ് 199 രൂപ ചോദിക്കുന്നുണ്ട്. 1 മിനിറ്റിന് ശേഷം അവർ
രണ്ടെണ്ണത്തിനാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുന്ന സമയത്ത്, ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ഇതേപോലെയുള്ള തട്ടിപ്പുകൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മെറ്റീരിയൽസിന് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കരുത്. ഇനി ചില ആളുകൾ പറയുന്നത് COD ഉണ്ടെന്നാണ് പറയാം, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതും തട്ടിപ്പാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു പവർ ബാങ്കിന് വേണ്ടിയിട്ട് COD ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പേയ്മെൻറ്റ് അയച്ചു. അത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ടോ ആമസോൺ പോലെയുള്ള സൈറ്റ് അല്ലായിരുന്നു, വേറൊരു ഓൺലൈൻ സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് അത് തുറന്നു നോക്കുമ്പോൾ 2 ചാർജറിൻ്റെ ആ ബോക്സ് മാത്രം, നമ്മൾ മൊബൈൽ ചാർജർ യൂസ് ചെയ്യുന്ന ചാർജറിൻ്റെ ആ ചെറിയൊരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് മാത്രം, അതിനുള്ള ഒന്നുമില്ല. അങ്ങനെ 1800 രൂപയോളം അദ്ദേഹത്തിന് നഷ്ടമായി. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പോലും അതിലും പറ്റിക്കപ്പെടുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും അഡ്വാൻസ് പേയ്മെൻറ്റിൽ ഇത്തരം ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു സാധനവും വാങ്ങാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതേപോലെയുള്ള എന്താണ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ആണെങ്കിൽ അവിടുന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലാതെ നമ്മൾ ഈ ഫേസ്ബുക്ക്, അതേമാതിരി തന്നെ ഇൻസ്റ്റാഗ്രാം, അതിലൊക്കെ ലിങ്ക് വഴി നമ്മൾ വാങ്ങുന്നത് നമ്മുടെ പൈസ നഷ്ടപ്പെടുത്താൻ കാരണമാവും. ഇതിൽ തന്നെ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ ചെയ്യുന്നത്, ഈ തട്ടിപ്പുകാർ ചെയ്യുന്നത്, ഓൺലൈനിൽ നല്ല രീതിയിൽ വ്യാപാരം നടത്തുന്ന ഷോപ്പുകളുണ്ട്, അവരുടെ വീഡിയോ ആണ് ഇവർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, അത് ഷെയർ ചെയ്യുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ, നേരായ രീതിയിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന വസ്ത്ര വ്യാപാരികൾക്ക് നല്ലൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ തട്ടിപ്പ് ഏതാണ് നമുക്ക് അറിയാൻ കഴിയില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ, ലിങ്ക് വഴിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇത് സൈബർ സെല്ലൊക്കെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പൈസ കിട്ടിയേക്കാം. ഇങ്ങനെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ ID നമ്പർ നമ്മൾ എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ചാറ്റ് ഹിസ്റ്ററി മൊത്തം നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്കൊരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സൈബർ സെല്ലിൽ നമുക്കത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. അത് 24 മണിക്കൂറിനുള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ 24 മണിക്കൂറിനുള്ളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൈസ റീഫണ്ട് കിട്ടിയേക്കാം. അതേസമയം നമ്മൾ മെറ്റീരിയലിന് പേയ്മെൻ്റ് ഒക്കെ അയച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ മെറ്റീരിയൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി ആരും ഇതേപോലെയുള്ള തട്ടിപ്പിൽ പെടാതിരിക്കട്ടെ. കാരണം ഒരാളുടെ നിന്ന് 500 രൂപ വെച്ച് പോയി കഴിഞ്ഞാൽ ഇവർ 100 കണക്കിന് സൈറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പല കോൺടാക്റ്റ് നമ്പറിൽ. അപ്പോൾ പല ഫോൺ നമ്പറിലാണുള്ളത്, ആ നമ്പറിലേക്കാണ് ഈ പൈസകൾ പോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ആർക്കും ഈ തട്ടിപ്പിൽ ആരും പെടാതിരിക്കട്ടെ. അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി ആരും ഈ തട്ടിപ്പിൽ പെടരുത്. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും